ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നോൺ വയലൻസ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഗർഡറാമിന് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ 7 കടൽ 7 മല എന്ന് പറഞ്ഞ പടത്തിലത്തെ 7 മല എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലി അഭിനയിക്കുന്ന പടത്തിലത്തെ മന്നെ നമ്പി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. വീഡിയോ സോങ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ റായ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ജോക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. മൊത്തം പടത്തിൽ 5 പാട്ടാണ് ഈ ജോക്ക് ബോക്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓൾറെഡി 3 പാട്ട് അവർ ലിറിക്കൽ വീഡിയോ എന്നുള്ള രീതിയിൽ പുറത്തിറക്കിയതാണ്. എന്തായാലും ഓഡിയോ ലോഞ്ചൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സൺ പിക്ചേഴ്സിന്റെ യൂട്യൂബ് ചാനലിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ സൺ ടിവിയിലൊക്കെ വരുന്നതായിരിക്കും. പിന്നെ വരുന്ന എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സ്റ്റാർ മ്യൂസിക് എന്നുള്ള അറിയിച്ചു. പിന്നെ ഭൈരതി രണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ശിവരാജ് കുമാർ അഭിനയിക്കുന്ന പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ആനന്ദ് ഓഡിയോ ആണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നുള്ള ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ കൂടെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വെർഡിക്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ഒരു ഗ്ലിംസ് ഒക്കെ ആവാനാണ് ചാൻസ്. അത് ജൂലൈ 12 രാവിലെ 10:10 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. എന്തായാലും ഈ പടം മഫ്തി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീക്വലായിട്ട് വരുന്ന പടമാണ്. ഓൾറെഡി ശിവരാജ് കുമാറിന്റെ മുന്നിറങ്ങിയ പടമാണ് മഫ്തി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിന്റെ മുന്നേ നടക്കുന്ന ഒരു കഥയായിട്ട് വരുന്ന പടമാണിത്. പിന്നെ ദിലീപ് അഭിനയിക്കുന്ന ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ ഓൾറെഡി സാൻഡി മാസ്റ്റർ ഓൺബോർഡായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരണ്യ പൊൻവണ്ണൻ ഓൺബോർഡായി എന്നുള്ള അറിയിച്ചു. അതേമാതിരി സിദ്ധാർത്ഥ് വരദ ഓൺബോർഡായി എന്നുള്ള അറിയിച്ചു. പിന്നെ ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഇടിയൻ ചന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടം വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുന്ന പടമാണ്. അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. ഓൾറെഡി പടത്തിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം ഫുൾ റെഡി ആയിട്ടുള്ള മാതിരത്തെ ഒരു പടമായിരിക്കും എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ടീച്ചറിലും കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഫുൾ ഇടി തന്നെയാണ്. ഒരു പ്ലസ് ടു കാരനായിട്ടാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇത് എത്തുന്നത്. പീറ്റർ ഹൈനാണ് ഇതിന്റെ ഷൻ ഡയറക്ടർ. എന്തായാലും ടീച്ചർ നന്നായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇടിയൻ ചന്ത് എന്ന് പറഞ്ഞ പടം ജൂലൈ 19 റിലീസ് ആവുന്നത്. പിന്നെ കലി എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ ടീച്ചർ വന്നിട്ടുണ്ട്. ഈ കൽക്കിയുടെ എടുത്ത് മാറ്റിയിട്ട് അതേമാതിരി കൊടുന്നച്ച പോലെ ഉണ്ട് ഇതിന്റെ ടൈറ്റിൽ ഡിസൈൻ. അതിന്റെ ഇടയിൽ ഒരു ചെറുകിൻ്റെ മാതിരത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിന്റെ ട്രെയിലർ വരാൻ പോവാണ്. 2ാമത്തെ ട്രെയിലറാണ് വരാൻ പോകുന്നത്. ജൂലൈ 11 വരിക. പിന്നെ തെക്ക് വടക്കം എന്ന് പറഞ്ഞിട്ട് സുരാജ് വെഞ്ഞാറമൂടും വിനായകനും കൂടി അഭിനയിക്കുന്ന പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ 2 വീഡിയോ മുന്നേ തന്നെ അവർ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ ഒരു 3ാമത്തെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ പാക്കപ്പ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒമർലയിൽ കൊടുക്കുന്ന അടുത്തൊരു പടമാണിത്. പിന്നെ കിൽ എന്ന് പറഞ്ഞ പടത്തിന് നല്ല അഭിപ്രായം. കാരണം ഫസ്റ്റ് ഡേ നാട്ട് സെക്കൻഡ് ഡേയിൽ കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ 1.35 കോടിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേയിൽ 2.20 കോടി കിട്ടിയിട്ടുണ്ട്. മൊത്തം അങ്ങനെ 3.55 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ VD14 വിജയ് ദേവരകൊണ്ടയുടെ 14ാമത്തെ പടം. ആ പടത്തിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട് 8-ാം 9-ാം ആയിട്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ശരിഫ് പോത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിലത്തെ പ്രിയങ്ക മോഹന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ചാരുലത എന്നാണ് പടത്തിലത്തെ പേര് കൊടുത്തിട്ടുള്ളത്. പോലീസ് കഥാപാത്രമായിട്ടാണ് ആളെത്തുന്നത്. ഒരു ഡീസൻറ്റ് പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ വണങ്ക എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്ന് 6 മണിക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ക്രോസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് വരുന്നുണ്ട് ആമസോൺ പ്രൈമിലൂടെ. അത് നവംബർ 14 റിലീസ് ആവുമെന്നുള്ളത് അറിയിച്ചു. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞിട്ട് യോഗി ബാബുവിൻ്റെ ഒരു പടം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 2 എന്നുള്ള അറിയിച്ചു. ഒരു ടീച്ചർമാരത്തെ വീഡിയോയിലൂടെയാണ് അത് അറിയിച്ചിട്ടുള്ളത്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടം 11 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 24 കോടികളാണ് നേടിയിട്ടുള്ളത്. ഞായറാഴ്ച 2.39 കോടിയാണ് നേടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 11ാമത്തെ ദിവസം നല്ല കളക്ഷൻ തന്നെയാണ്. എന്തായാലും നോർത്ത് അമേരിക്കയിൽ 16 മില്യൺ പ്ലസ് ആയിട്ടുണ്ട് കളക്ഷൻ. പിന്നെ ബുജിയുടെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്ന കീർത്തി സുരേഷ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു റാപ്പ് സോങ്ങും ആയിരുന്ന സംഭവമാണ് അതിൽ. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിൻ്റെ പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇപ്പോഴാണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അടുത്ത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നുള്ള അറിയത്തില്ല. എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ രീതിയിലുള്ള 2-3 ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് വന്നിരുന്നു. അതൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്തായാലും അത് 2 ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ഒരു ട്വീറ്റ് ഇട്ടായിരുന്നു വിടാമുയർച്ചി 2 ലുക്സ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്നാണ് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് 2 ലുക്സ് എന്ന് പറഞ്ഞ രീതിക്ക് തന്നെ 2 പോസ്റ്റർ വരുന്നായിരുന്നു. പക്ഷെ നല്ല വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 2 പോസ്റ്റർ വന്നിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഒന്ന് ഒഫീഷ്യൽ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്ന് പറയാം. അതേമാതിരി വേറൊരു പോസ്റ്ററാണിത്. അത് അവർ ഒഫീഷ്യൽ പുറത്തിട്ട് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഈ പോസ്റ്റർ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. എന്തായാലും രസമായിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് ആയിട്ട് ഇതിൽ ഏതായാലും ഒക്കെ ഒന്ന് ഇട്ടാൽ മതിയായിരുന്നു ശരിക്ക്. എന്തായാലും ഈ പോസ്റ്റേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേട്ടയാന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്ത് അഭിനയിക്കുന്ന പടം, ആ പടത്തിൻ്റെ ഡബ്ബിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിൽ ഡബ്ബിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ പുറത്ത് വന്നിരുന്നു. എന്തായാലും ഫോട്ടോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞതെല്ലാം പറയുന്നുണ്ട്. എന്തായാലും വരലും ഡബ്ബിങ് ചെയ്യലും കഴിയലും കഴിഞ്ഞ്. പിന്നെ ശങ്കർ ഇന്ത്യൻ 2ൻ്റെ ഓഡിയോ ലോഞ്ചിലൊക്കെ വെച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൽ രാംചരൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു എന്നുള്ളത്. എന്നുവെച്ചാൽ ആളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയി. ഇനിയും ഒരു 10-15 ദിവസത്തെ ഷൂട്ട് ബാക്കിയുണ്ട് എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ റിലീസിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോഴത്തെ ഒക്കെ
എഡിറ്റിങ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മിക്കവാറും ഈ വർഷം ലാസ്റ്റിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ഫസ്റ്റിലോ ആയിട്ട് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ തളപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കട് പ്രഭു എടുക്കുന്ന പടം. ഈ പടത്തിൻ്റെ ഒരു ഷെഡ്യൂള് മോസ്കോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോസ്കോയിലുള്ള ഷെഡ്യൂൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂളാണെന്നാണ് വെങ്കട് പ്രഭു പറഞ്ഞിട്ടുള്ളത്. അതൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടം കുറേ ലാംഗ്വേജിൽ വരുന്നുണ്ട്, അപ്പോൾ ഇംഗ്ലീഷിലും വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗംഭീരമാവട്ടെ. സെപ്റ്റംബർ 5 തീയതിയാണ് പടം പുറത്തിറങ്ങുന്നത്. പിന്നെ വിജയ് സേതുപതിയുടെ 50ാമത്തെ പടമാണ് മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് OTT റിലീസിന് വരികയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ 12 തീയതി. അത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ളതാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പടത്തിന് നല്ല അഭിപ്രായം കിട്ടിയാണ്. 100 കോടിയൊക്കെ കളക്ഷൻ കിട്ടിയ പടമാണ്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് മെയിൻ കഥാപാത്രമായി എത്തുന്ന ഒരു പടമാണ്. നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. നിതിൻ രഞ്ജി പണിക്കറാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എഴുതിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല രസമുള്ള ട്രെയിലറായിട്ടാണ് തോന്നിയത്. ട്രെയിലർ കണ്ടിട്ട് പടം നന്നാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 19 തീയതി ഡയറക്റ്റ് OTT റിലീസായിട്ടാണ് പടം എത്തുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി എന്ന് പറഞ്ഞാൽ ഈ ഭാഷകളിലൊക്കെ ആയിരിക്കും പുറത്തിറങ്ങുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.